106 മീറ്റർ ഉയരത്തിൽ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന 4 മിനാരങ്ങൾ, ആകാശത്തേക്കുള്ള ആധ്യാത്മിക കാഴ്ചപ്പാട് പോലെ അതിശയിപ്പിക്കുന്ന ഒരു വിശ്വാസ സംസ്കാരം. വിശ്വാസവും കലയും വാസ്തുവിദ്യയും കരകൗശലവും സംസ്കാരവും സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു മഹത്തായ നിർമ്മിതി. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പള്ളിയായ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് അബുദാബി നഗരത്തിൻ്റെ ആകർഷണീയമായ നാഴികക്കല്ലും ദൈനംദിന വെള്ളിയാഴ്ച ഈദ് പ്രാർത്ഥനയ്ക്കുള്ള പ്രധാന ആരാധനാലയവുമാണ്. ചരിത്രത്തിൻ്റെ അനന്തരഫലങ്ങൾ അറിയിക്കുന്നതിനും സമാധാനം, സഹിഷ്ണുത, വൈവിധ്യം എന്നിവയുടെ ഇസ്ലാമിക സന്ദേശം ഉൾക്കൊള്ളുന്നതിനുമായി UAEയുടെ ആദ്യ പ്രസിഡന്റ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാനാണ് ഈ പള്ളി നിർമ്മിച്ചത്. 2004 അദ്ദേഹം അന്തരിക്കുകയും പള്ളിയുടെ മുറ്റത്ത് ഖബറടക്കം ചെയ്യുകയും ചെയ്തു. 1996 ആരംഭിച്ച പള്ളിയുടെ നിർമ്മാണം 2007 പൂർത്തിയായി. ഇന്ന് ആരാധനാലയമായും വാസ്തുവിദ്യ അത്ഭുതമായും ഐക്കോണിക് വിനോദസഞ്ചാര ആകർഷണമായും ഗ്രാൻഡ് മോസ്ക് മാറി. UAEയുടെ ഔദ്യോഗിക സന്ദർശന വേളകളിൽ വിദേശ നേതാക്കന്മാരൊക്കെ സന്ദർശിക്കുന്ന സ്ഥലം കൂടിയാണ് ഗ്രാൻഡ് മോസ്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പ, എലിസബത്ത് രണ്ടാമൻ, നരേന്ദ്രമോദി എന്നിവരൊക്കെ ഇവിടെ സന്ദർശിച്ച നേതാക്കന്മാർക്ക് ഉദാഹരണങ്ങളാണ്. അബുദാബിയെ പ്രധാന പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന മക്ത, മുസഫ, ഷെയ്ഖ് സായിദ് പാലങ്ങൾക്കിടയിലാണ് ഗ്രാൻഡ് മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. പള്ളിയിലേക്ക് പ്രവേശിക്കാനായി 7ഓളം ഗേറ്റുകൾ ഉണ്ടെങ്കിലും അൽസലാം എന്ന പേരിലുള്ള 6ാമത്തെ ഗേറ്റ് വഴിയാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിരവധി പാർക്കിംഗ് ഏരിയകളുണ്ട്. അതിൽ സ്ത്രീകൾ പ്രത്യേകമായും ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകമായിട്ടുമുള്ള ഏരിയകൾ, പാർക്കിംഗ് ഏരിയകളെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ വാഷ്റൂമുകൾ, അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു കോമ്പൗണ്ടിനകത്ത് ഇവർ ഇവിടെ സജ്ജമാക്കി. വെള്ളിയാഴ്ച ഒഴികെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഇവിടെ രാവിലെ മുതൽ തന്നെ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കും. എന്നാൽ വെള്ളിയാഴ്ച 3 മണിക്ക് ശേഷം മാത്രമാണ് സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ജുമാ നമസ്കരിക്കാനുള്ള ആളുകൾക്ക് ഇവിടെ ജുമയുടെ സമയം വന്നാൽ യാതൊരു നിബന്ധനകളും കൂടാതെ സെക്യൂരിറ്റി ചെക്കിംഗ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കുകയും ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാനും എല്ലാം കഴിയുന്നതാണ്. 7ഓളം ഗേറ്റുകൾ കൂടാതെ കാൽനടയായി വരുന്നവർക്കുള്ള പെഡസ്ട്രിയൽ ഗേറ്റുകളും അതുപോലെ തന്നെ അബ്ലൂഷൻ സെൻറ്ററുകൾ പള്ളിയുടെ കോമ്പൗണ്ടിൽ 3ഉം 2 അബ്ലൂഷൻ സെൻറ്റർ പള്ളിക്കകത്തും ഉണ്ട്. UAEയിലെ ഏറ്റവും വലിയ പള്ളിയാണ് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. വാസ്തുവിദ്യയുടെ ഭംഗിയും UAEയുടെ മതവും സംസ്കാരവും ആഴത്തിൽ അനുഭവിച്ചറിയാനും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ ഒത്തുചേരാറുണ്ട്. ഇന്തോനേഷ്യയിലെ സുക്കാർത്തയിൽ ഈ പള്ളിക്ക് സമാനമായ രീതിയിലൊരു ചെറിയ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള വിദഗ്ധ സംഘത്തിൻ്റെ 11 വർഷത്തെ പ്രയത്നമാണ് ഗ്രാൻഡ് മോസ്ക്. നിർമ്മാണം പോലും ഒരു സാംസ്കാരിക സഹകരണമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ലോകമെമ്പാടുമുള്ള വൈദഗ്ധ്യമുള്ള കലാകാരന്മാരും കരകൗശല വിദഗ്ധരും ചേർന്ന് നിർമ്മിച്ച കെട്ടിടം. പള്ളിയുടെ നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ ഒന്നിലധികം രാജ്യത്ത് നിന്നാണ് ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. വാസ്തുവിദ്യ വൈഭവം കൈവരിക്കുന്നതിനായി ഓരോ സ്ഥലത്തു നിന്നും ഏറ്റവും മികച്ചത് തന്നെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ന്യൂസിലാൻഡ്, മൊറോക്കോ, ഈജിപ്ത്, തുർക്കി, ഗ്രീസ്, പാകിസ്ഥാൻ, ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഡിസൈനർമാർ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവന്നത്. 30 ഏക്കർ വിസ്തൃതിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇസ്ലാമിക ലോകത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തെയും വാസ്തുവിദ്യയുടെയും കലയുടെയും ചരിത്രവും ആധുനികവുമായ മൂല്യങ്ങളുമായി സംയോജിപ്പിക്കുന്ന ഒരു ഘടന സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്.
പള്ളിയുടെ കോമ്പൗണ്ടിൽ നിരവധി ഫുഡ് ഔട്ട്ലെറ്റുകൾ ഉണ്ട്. ഇപ്പോൾ നോമ്പ് സമയമായതുകൊണ്ട് പകൽ ഇവയൊന്നും തുറക്കാറില്ല. കൂടാതെ വൈകുന്നേരം എല്ലാ റംസാൻ മാസങ്ങളിലും ഇവിടെ 50,000-ഓളം ആളുകൾക്ക് വരുന്ന ഒരു ഗ്രാൻഡ് ഇഫ്താർ നോമ്പിലെ എല്ലാ നോമ്പ് ദിവസങ്ങളിലും ഇവിടെ നടക്കാറുണ്ട്. ഇതിവിടുത്തെ സിറ്റി ടൂർ നടത്തുന്ന കമ്പനിയുടെ ബസ്സാണ്. ഇതിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കയറിയാൽ അബുദാബിയുടെ എല്ലാ പ്രധാനപ്പെട്ട ടൗണുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ബസ് പോകുന്നതാണ്. ഈ കാണുന്ന ഓവൽ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലാസ് ബിൽഡിങ്ങിന് അകത്തുകൂടെ വേണം ഇനി നമുക്ക് മസ്ജിദിലേക്ക് പ്രവേശിക്കാൻ. പക്ഷേ ഈ മസ്ജിദിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ കാണുന്ന വിശാലമായ ഈ ഒരു പ്രദേശം, ഈ ഒരു കാർ പാർക്കിംഗ്, ഈ മസ്ജിദിൻ്റെ ഈ ഒരു കമ്പൗണ്ട് എല്ലാം ഉൾപ്പെട്ടതിനടിയിൽ വലിയ ഒരു സൂക്കുണ്ട്. അങ്ങനെ നമ്മൾ ഈ സൂക്കിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതിന് അകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ ഒരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഈ ഒരു ചെറിയ ബിൽഡിങ് ആയിട്ടാണ് നമുക്കിത് പുറത്തു നിന്ന് തോന്നിയിരുന്നെങ്കിലും ഇതിനകത്തേക്ക് കയറിയാൽ ഇതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ താഴേക്ക് അണ്ടർഗ്രൗണ്ടിലാണ് നമ്മളുടെ സൂക്ക് വരുന്നത്. ഈ സൂക്കിലേക്ക് ഇറങ്ങാൻ എക്സ്കലേറ്ററും ഉണ്ട്, കൂടാതെ ലിഫ്റ്റും ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇതിന് ചുറ്റും നമുക്ക് നടന്നിട്ട് ഒരു 360 ഡിഗ്രി നമുക്ക് വ്യൂ കാണാൻ പറ്റും ഈ ഗ്ലാസ് ബിൽഡിങ്ങിനകത്ത് നിന്ന് ഉള്ള കാഴ്ചകൾ. എക്സ്കലേറ്റർ വഴി നമ്മൾ സൂക്കിൽ എത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 341 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് സൂക്കാണ്. ഇതിൽ ഏകദേശം ഒരു 52ഓളം ഔട്ട്ലെറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ നിന്ന് കറക്റ്റായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഇതിനകത്ത് എങ്ങോട്ട് പോകണം, അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തവർ പോകേണ്ട വഴി, ടിക്കറ്റ് എടുക്കാത്തവർ പോകേണ്ട വഴി, പ്രാർത്ഥനയ്ക്കായിട്ട് പോകുന്നവർ എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരാൻ ഇവിടെ അതിനായിട്ടുള്ള സ്റ്റാഫുകളെല്ലാം ഉണ്ട്. നിരവധി ഇതുപോലുള്ള കിയോസ്കുകൾ, ഫുഡിൻ്റെ കിയോസ്കുകൾ, അതുപോലെ തന്നെ റിഫ്രഷ്മെൻറ്റ് ഐറ്റംസ്, അതുപോലെ തന്നെ ഡ്രസ്സ്, സുവനീർ ഐറ്റംസ്, ഇങ്ങനെയൊക്കെ ആയിട്ട് 52ഓളം ഔട്ട്ലെറ്റുകളാണ് ഇതിനകത്തുള്ളത്. അതും എല്ലാം ഇൻ്റർനാഷണൽ നിലവാരത്തിലാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. ഇത് ഒട്ടകത്തിൻ്റെ പാല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സോപ്പാണ്. ഇതിന് പ്രൈസ് അത്യാവശ്യം വരുന്നുണ്ട്, 60 ദിർഹംസ് വരുന്നുണ്ട്. 60 ദിർഹംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1500 രൂപയോളം ഇന്ത്യൻ റുപ്പീസ് വരുന്ന സോപ്പാണ്. അങ്ങനെ ഞാൻ ഈ സൂക്കിനകത്തുള്ള കാഴ്ചകളെല്ലാം നടന്ന് കാണുകയാണ്. ഈ ഭാഗത്തുള്ള കാഴ്ചകൾ കണ്ട് ഇതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ടർക്കിഷ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട്. ഒരു സ്നാക്സ് പോലെ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് സ്വീറ്റ്സ് ആണ് തോന്നുന്നുണ്ട്. ഇതിനകത്ത് കുറേ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സൊക്കെ ചേർത്തിട്ടുള്ള ഒരു പലഹാരമാണിത്. റംസാനിലെ വെള്ളിയാഴ്ചകളിൽ 3 മണിക്ക് ശേഷം മാത്രമാണ് മസ്ജിദിലേക്ക് സന്ദർശകരെ അനുവദിക്കുകയുള്ളൂ. രാവിലെ വന്നാൽ നിങ്ങൾക്ക് ജുമാക്ക് പോകാനും അതുപോലെ തന്നെ നമസ്കാരത്തിൻ്റെ സമയങ്ങളിലേക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിനും ഒന്നും കുഴപ്പങ്ങളില്ല. അതിനെല്ലാം അവിടെ അലൗഡാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരക്കുകളൊന്നും ഇല്ലാതെ ഈ ഭാഗങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് കാണാനും ആസ്വദിക്കാനും വീഡിയോ എടുക്കാനും എല്ലാം കഴിയും. ഏകദേശം സമയം ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. ഇനി ഈ സൂക്കിൻ്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് ഞാൻ നേരെ പള്ളിയിലേക്ക് പോകും. അപ്പോൾ ഒരു ജുമാക്ക് പോകുന്ന സമയങ്ങളിൽ കുറച്ച് നേരത്തെ പോയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ആ ഒരു പള്ളിയുടെ ഭാഗങ്ങളും അകത്ത് നിന്നൊന്നും വീഡിയോസോ ഫോട്ടോസോ എടുക്കുന്നതിനൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. ചില ഭാഗങ്ങളിൽ മാത്രം ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്ത ഭാഗങ്ങളിൽ അവർ പ്രത്യേകമായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഈ ഒരു കാഴ്ചകളിൽ കണ്ടു കഴിഞ്ഞ് ഇനി നേരെ പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിയിലേക്ക് പോയി പള്ളിയുടെ കാഴ്ചകളും അതുപോലെ തന്നെ അത് കണ്ടു കഴിഞ്ഞ് വന്ന് നമ്മളൊരു ടൂറിസ്റ്റായിട്ട് വന്നാൽ ഈ മസ്ജിദ് എങ്ങനെ കാണാം, അതിൻ്റെ ഫോർമാലിറ്റീസുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അടുത്ത് ചെയ്യാം. നമുക്ക് ഈ ഒരു കാഴ്ചകൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാർട്ട് വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താം.